ഗസ പിടിച്ചടക്കുമെന്ന ട്രംപിന്റെ നിലപാടിനെ പുച്ഛിച്ച് ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള ഖൊമൈനി. അമേരിക്ക ലോകത്തിന്റെ ഭൂപടം മാറ്റിവരയ്ക്കുമെന്നും എന്നാൽ അത് പേപ്പറിൽ മാത്രമായിരിക്കുമെന്നും ഇറാൻ ആത്മീയ നേതാവ് പറഞ്ഞു. ما اگر تهدیدمون بکنن تهدیدشون میکنیم. اگر این تهدید رو عملی کنن ما هم تهدید رو عملی میکنیم. അമേരിക്കയുമായി ഇനിയൊരു ചർച്ചയ്ക്കില്ല എന്നും അമേരിക്കയുമായി ചർച്ച നടത്തുന്നത് യുക്തിഭദ്രമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കയുമായുള്ള ചർച്ച രാജ്യത്തിന്റെ ഒരു പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ പോകുന്നതല്ല. മുൻകാലങ്ങളിൽ ചർച്ചകൾക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും ആത്മീയ നേതാവ് വ്യക്തമാക്കി. അമേരിക്ക തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായാൽ തങ്ങളും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടാക്കുമെന്നും ഖൊമൈനി പറഞ്ഞു. തങ്ങളെ ആക്രമിച്ചാൽ തങ്ങളും തിരിച്ചടിക്കുമെന്ന് അതിനൊരു സംശയവും വേണ്ട എന്നും ഇറാൻ പരമോന്നത നേതാവ് പറഞ്ഞു. തങ്ങൾ പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയെയും ഇസ്രയേലിനെയും വിറപ്പിച്ച് റഷ്യയുടെ സുഖോയ് Su-35 SC ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലെത്തി. ആദ്യത്തെ 2 ഫൈറ്റർ ജെറ്റുകൾ ഇറാനിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക ഇറാൻ ബന്ധം വഷളാവുന്നതിനിടയിലാണ് വ്ളാഡിമിർ പുടിൻ സുഖോയ് Su-35 ജെറ്റുകൾ ഇറാന് കൈമാറിയത്. ശത്രുക്കൾ വിഡ്ഢിത്തത്തിന് മുതിർന്നാൽ തങ്ങളുടെ മിസൈലുകളുടെ രുചി നിങ്ങൾ അറിയുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശത്രുക്കളുടെ താൽപര്യങ്ങൾ എല്ലായ്പ്പോഴും തങ്ങളുടെ മിസൈൽ പരിധിക്കുള്ളിലാണെന്നും ഇറാൻ വ്യക്തമാക്കി. കഴിഞ്ഞ ജനുവരിയിൽ ഇറാനും റഷ്യയും തന്ത്രപ്രധാനമായ കരാറിൽ ഒപ്പുവച്ചിരുന്നു. ജർമ്മൻ ഏവിയേഷൻ ഇൻഡസ്ട്രി മാഗസിനായ ഫ്ലഗ് റിവ്യൂ ആണ് ആദ്യ വിമാനങ്ങൾ ഇറാനിലെത്തിയതായി റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ കഴിഞ്ഞ ദിവസം ഡ്രോൺ വാഹിനി കപ്പൽ ഇറാനിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഇറാൻ 50ഓളം ഫൈറ്റർ ജെറ്റുകൾ റഷ്യയിൽ നിന്നും പർച്ചേസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.